ബാക്ക് ടു സൈലം ലേണിംഗ് ഫീമസ് ആണ്. സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമുക്ക് എക്സാമിന് വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ നമുക്കിതാ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒരു പാസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് ഒരു പാസേജ് തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് എപ്പോഴും നമ്മളോട് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എപ്പോഴും ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓൺ എക്സാം ആയിക്കോട്ടെ, നമ്മുടെ ക്രിസ്മസ് എക്സാമിനും ആനുവൽ എക്സാമിനും ഒക്കെ നമ്മൾ കണ്ടുവരുന്ന പാറ്റേൺ, ഫസ്റ്റ് നമ്മൾ ഇതാ റീഡ് ചെയ്തിട്ട് ഒരു പോയമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറിയോ ഒരു കോംപ്രഹെൻഷനോ നമുക്ക് തരും, ഒരു പാസേജ് തരും, എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ നമ്മളോട് ചോദിക്കും. അപ്പൊ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ആക്ടിവിറ്റി നമ്പർ 1. സോ ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറയാം. തന്നിരിക്കുന്ന പാസേജ് നോക്കിക്കേടാ. വൈൽഡ് എലഫൻസ് ലൈക്ക് കമ്പനി, അതായത് വൈൽഡ് എലഫൻസിന് ഒറ്റയ്ക്ക് നടക്കുന്ന ഇഷ്ടമല്ല, അവർക്ക് കൂട്ടായിട്ട് നടക്കുന്നതാണ് ഇഷ്ടം അല്ലേ. ദേ ലീവ് ഇൻ ഹേർഡ്സ്, അവർ കൂട്ടായിട്ടാണ് താമസിക്കുന്നത്. സംടൈംസ് there are 100 of them in a herd, ചിലപ്പോൾ ഒരു കൂട്ടത്തിന്റെ ഉള്ളിൽ ഒരു 100ഓളം ആനകൾ ഉണ്ടാവും അല്ലെ. എലഫൻസ് don't eat flesh, അവർ ഫ്ലഷ് കഴിക്കില്ല, മാംസം കഴിക്കില്ല. They eat grass, fruits and the inner bark of some trees, അവരെന്താ കഴിക്കുന്നത്? ഗ്രാസും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പിന്നെ ചില ട്രീസിന്റെ ഇന്നർ ബാർക്സ് ഒക്കെയാണ് കഴിക്കുന്നത്. They use their trunk for picking grass and fruits or stripping leaves from trees. അല്ലെ, ഇനി അവരിതാ ഇതിന് വേണ്ടിയിട്ട് ഗ്രാസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഇല എരിയാൻ വേണ്ടിയിട്ടൊക്കെ അവർ എന്താ യൂസ് ചെയ്യുന്നത്? അവരുടെ ട്രങ്ക് ആണ് യൂസ് ചെയ്യുന്നത്. An elephant can eat up to 250 kilograms of hay and drink 60 gallons of water in a day. ഒരു ദിവസം അവർക്ക് എന്താണ് ഏകദേശം 250 kilograms of ഹേയും അതുപോലെ തന്നെ ഏകദേശം 60 gallons ഓഫ് വാട്ടറും അവർ ഒരു ദിവസം കഴിക്കും. അത്രത്തോളം അവർ കഴിക്കും. അത്രയും വലിയ ജീവിയല്ലേ, അപ്പൊ അത്രത്തോളം അവർ കഴിക്കുന്ന പറയാണ്. ദ എലഫന്റ് ഈസ് എ വെരി ഇന്റലിജന്റ് ആനിമൽ. അപ്പോ എലഫന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ആനിമൽ ആണ്. ഇറ്റ് സെൻസ് ഓഫ് സ്മെൽ ഈസ് സോ ഗുഡ് അല്ലെ, അതിന് നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. ഓക്കെ, ബട്ട് ഇറ്റ് കാനോട്ട് സീ ഓർ ഹിയർ വെൽ, നന്നായിട്ട് സ്മെല്ല് ചെയ്യാൻ പറ്റും. നല്ല തുമ്പിക്കൈയൊക്കെ വെച്ചിട്ട് അതിനെ സ്മെല്ല് ചെയ്യാൻ പറ്റും, പക്ഷെ കാണാനും കേൾവി ശക്തിയും അത്രത്തോളം നല്ലതല്ല എന്ന് പറയാണ്. എലഫന്റ്സ് ആർ നോർമലി ടിമിഡ്, അവർ നോർമലി ടിമിഡ് ആണ്. They can be dangerous if we tease them or make them angry അല്ലെ. പക്ഷേ നമ്മൾ അവരെ എന്തെങ്കിലും ശല്യപ്പെടുത്തിയാലോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ നമ്മളിതാ ദേഷ്യപ്പെടുത്തിയാലാണ് അവരെന്ത് ചെയ്യുക? അവര് ആക്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അവര് നോർമലി ടിമിഡ് ആണ്, പാവങ്ങളാണെന്ന് പറയുകയാണ്. സോ അപ്പൊ ഈ ഒരു പാസേജ് നമ്മൾ വായിച്ചു അല്ലെ. ഇനി ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താലോടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്ക്, ചൂസ് ദി കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യുക. ദ എലഫന്റ് ഡസന്റ് ഈറ്റ് ഡാഷ്, എലഫന്റ് എന്ത് കഴിക്കില്ല? ഗ്രാസ് കഴിക്കില്ല എന്നാണോ പറഞ്ഞിരിക്കുന്നത്? ഫ്രൂട്ട്സ് കഴിക്കില്ല എന്നാണോ? ഇന്നർ ബാർക്ക് ഓഫ് ട്രീസ് കഴിക്കില്ല എന്നാണോ? ഫ്ലഷ് കഴിക്കില്ല എന്നാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? എലഫന്റ് ഡോണ്ട് ഈറ്റ് ഫ്ലഷ് അല്ലെ, എലഫന്റ് ഫ്ലഷ് കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ബൈ നേച്ചർ ദ എലഫന്റ്സ് ആർ. അപ്പോ സാധാരണ നമ്മുടെ എലഫൻസ് എങ്ങനെയാണ് സാധാരണ അവരുടെ സ്വഭാവം? കറേജിയസ് ആണോ, ടിമിഡ് ആണോ, ഡേഞ്ചറസ് ആണോ, ജെന്റിൽ ആണോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവരെന്താണ് വലിയ ശല്യക്കാരല്ല, പാവങ്ങളാണ് അല്ലെ, ടിമിഡ് ആണ്. വാട്ട് ഈസ് ദി ആന്റണിം ഓഫ് ദി വേർഡ് ഇന്റലിജന്റ്? എന്താണ് ആന്റണിം എന്ന് പറഞ്ഞാൽ? സിനോണിം എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഉള്ളതിനെയാണ്. ഓക്കെ, ആന്റണിം എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് മീനിങ് ആണ്. സോ ഇന്റലിജന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അൺഇന്റലിജന്റ് ഉണ്ട്, നോൺ ഇന്റലിജന്റ് ഉണ്ട്, ഡിസ് ഇന്റലിജന്റ് ഉണ്ട്, മിസ് ഇന്റലിജന്റ് ഉണ്ട്. ഏതാണ്? യെസ്, ഓപ്ഷൻ എ അൺഇന്റലിജന്റ് എന്നുള്ളതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, ദ എലഫന്റ് ക്യാൻ ഡാഷ് വെരി വെൽ. എലഫന്റിന് എന്തിനുള്ള ഒരു കഴിവ് നന്നായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? കാണാനാണോ, ഹിയർ കേൾക്കാനാണോ, സ്മെല് ചെയ്യാനാണോ, ടച്ച് ചെയ്യാനാണോ? നമ്മൾ പറഞ്ഞു സ്മെല് ചെയ്യാനായിട്ട് അതിന് നല്ല കഴിവാടെന്ന് പറഞ്ഞു അല്ലെ. എ ഗ്രൂപ്പ് ഓഫ് എലഫൻസ് ഈസ് കോൾഡ്. ഒരു കൂട്ടം എലഫൻസിനെ നമ്മൾ എന്താ വിളിക്കുക? സോം എന്നാണോ, ഫ്ലോക്ക് എന്നാണോ, ഹേർഡ് എന്നാണോ, പാക്ക് എന്നാണോ? ഹേർഡ് എന്നാണ് നമ്മൾ വിളിക്കുക അല്ലെ. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു പാരഗ്രാഫ് നമ്മൾ വായിച്ചു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു. അപ്പൊ ഇതുപോലെ നമ്മളോട് ഒരു പാരഗ്രാഫ് തരും, ആ പാരഗ്രാഫ് കൃത്യമായിട്ട് നമ്മൾ വായിക്കുക. വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. 1 വേർഡ് ആയിരിക്കണം എന്നില്ല, അല്ലാണ്ടുള്ള സെന്റൻസ് വൈസ് ആയിട്ടുള്ള ആൻസേഴ്സും ഇതുപോലെ തന്നെയായിരിക്കും. സോ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പാസേജ് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തായാലും എക്സാമിന് വരും. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നമ്മുടെ ഈ ഒരു 6ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വി ബാച്ച് ഉണ്ട്. സോ ഈ ഒരു ബാച്ചിൽ ഇതുപോലെ നമുക്ക് ഓരോരോ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുള്ള ഓരോരോ ക്വസ്റ്റ്യൻസും ലൈവ് ആൻഡ് റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസും ഓരോ ആൻസർ കീസും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും റിവിഷൻ ക്ലാസ്സസും ഒക്കെ അവൈലബിൾ ആണ്. സോ പറ്റുന്നവരെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. സോ ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.